ആലപ്പുഴയിൽ വൈകല്യങ്ങളോടെ കുഞ്ഞ് ജനിച്ച സംഭവത്തിൽ റിപ്പോർട്ട് കിട്ടിയിട്ടും നടപടിയെടുക്കാതെ ആരോഗ്യവകുപ്പ്. വീഴ്ച സംഭവിച്ച ലാബുകളുടെ ലൈസൻസ് റദ്ദാക്കിയെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വിശദീകരണം. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ റിപ്പോർട്ട് തയ്യാറാക്കിയതും ഏകപക്ഷീയമെന്നാണ് വിവരം. രശ്മി കാർത്തികയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകാനായിട്ട്. രശ്മി, ഈ റിപ്പോർട്ടൊക്കെ തന്നെ കിട്ടി എന്ന് പറയുമ്പോഴും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രതികളായ ഡോക്ടർമാരെ അടക്കം സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയല്ലേ ഈ ഒരു സംഭവത്തിൽ ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്നത്? ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ ഒളിച്ചുകളി തുടരുകയാണ്. കാരണം നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷി ഈ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് കൈമാറുന്നതാണ്. റിപ്പോർട്ടിലെ വിവരങ്ങളടക്കം ജനം TV പുറത്തുവിട്ടിരുന്നതുമാണ്. അതായത് ഈ ഡോക്ടർമാരെ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് ലാബുകളുടെ മേൽ മാത്രം കുറ്റം ആരോപിക്കുന്നു. മാത്രമല്ല അനോമലി സ്കാനിൽ കണ്ടെത്താൻ കഴിയുന്നത് ഗുരുതരമായിട്ടുള്ള വൈകല്യങ്ങൾ മാത്രമാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഈ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. അതിൽ ആദ്യം ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു. അതിൽ പിന്നീട് എടുത്തു ചോദിച്ചപ്പോഴാണ് കിട്ടിയിട്ടുണ്ട്, താൻ പരിശോധിച്ചില്ല എന്ന് പറഞ്ഞത്. ഇന്നലെ വൈകുന്നേരത്ത് വീണ്ടും ഡോക്ടർ വി മീനാക്ഷി ഒരു ലെറ്റർ പുറത്തിറക്കിയിരുന്നു. ഉത്തരവ് ഈ ഒരു റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് കൈമാറി എന്നുള്ളത്. പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും ഒരു ഒളിച്ചുകളിയൊക്കെ തന്നെ ഇക്കാര്യത്തിൽ തുടരുകയാണ്. 2 ലാബുകളുടെ ലൈസൻസ് റദ്ദാക്കി എന്നുള്ളതാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ആകെ നടപടി. ഗുരുതരമായ വൈകല്യങ്ങളോടുകൂടി കുഞ്ഞ് ജനിച്ച സംഭവത്തിൽ നമ്മൾ റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ വളരെ അടിയന്തരമായി തന്നെ അക്കാര്യത്തിൽ നടപടി കൈക്കൊള്ളേണ്ടതാണ്. ആ കുഞ്ഞിന് തുടർ ചികിത്സ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടികളിലേക്കും വളരെ വേഗം കടക്കണം. അത് കാലതാമസം ഉണ്ടാകേണ്ട കാര്യമില്ല. മാത്രമല്ല വീഴ്ച വരുത്തി ഡോക്ടർമാർക്കെതിരെയും നടപടി ആവശ്യമുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ളൊരു മെല്ലെപ്പോക്ക് ുള്ള കുട്ടി ജനിച്ച വിഷയത്തിൽ ഒളിച്ചുകളി തുടരുക തന്നെയാണ് ആരോഗ്യവകുപ്പ്. രശ്മി കാർത്തിക വിവരങ്ങൾ പങ്കുവച്ചത്.